സ്റ്റഡി സെൻറ്ററിലേക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് നമുക്ക് തീരാനായി കേട്ടോ. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് നമുക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 28 കഴിഞ്ഞാൽ നമുക്ക് 30, 31, 32 ആണ്. അപ്പോൾ 30, 31, 32 നമുക്ക് ഈ പാറ്റേണിൽ അത് ഓപ്ഷണൽ പേപ്പറായിട്ട് വരുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഇവല്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ മൊഡ്യൂൾ 6A കേട്ടോ. അപ്പോൾ നമുക്ക് 6Aയോ അല്ലെങ്കിൽ 6Bയോ മതി. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ടീച്ചർക്ക് തോന്നിയത് മൊഡ്യൂൾ 6A ആണ്. അപ്പോൾ അതിൻ്റെ 3 ചാപ്റ്റേഴ്സാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ 4 ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇതിൽ പറയുന്ന ചാപ്റ്ററിൻ്റെ പേര് 28 കൾച്ചറൽ ചേഞ്ച് ഇൻ ദ 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റം. അപ്പോൾ എന്തെല്ലാം സാംസ്കാരിക മാറ്റങ്ങളാണ് 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായത് എന്നതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റുഡൻറ്റിൻ്റെ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിങ് ദ 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക പ്രവർത്തനത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും പങ്ക് വിവരിക്കുക. അപ്പോൾ എന്തൊക്കെ നോക്കാം. ശാസ്ത്രീയവും മതേതരവുമായ അറിവിനെ ലക്ഷ്യമാക്കിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം 20ാം നൂറ്റാണ്ടിൽ വളരെ വളർച്ച പ്രാപിച്ചു. അപ്പോൾ നമുക്ക് തന്നെ, അഥവാ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് ഇത്, ശാസ്ത്രീയവും മതപരവുമായ അറിവിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അല്ലേ. അങ്ങനെ വ്യക്തികളെ വായനയിലും എഴുത്തിലും കണക്ക് കൂട്ടലിലും നിപുണരാക്കുന്നതിനും സ്വന്തം ദേശത്തിൻ്റെ പാരമ്പര്യത്തിലും ചരിത്രത്തിലും അഭിമാനം ഉളവാക്കുന്നതിലും സ്വന്തം ദേശീയ രാഷ്ട്രത്തോട് കൂറുള്ള സമാനതകളിൽ അധിഷ്ഠിതമായ പൗരന്മാരുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലോ ആധുനിക വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നു. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ എന്തായിരുന്നു, അഥവാ ഏറ്റവും കൂടുതൽ കഴിവുള്ള വ്യക്തികളെ അല്ലേ, വായനയിലും അതുപോലെ തന്നെ എഴുത്തിലും ഒക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു അല്ലേ. അങ്ങനെ മിക്ക പാശ്ചാത്യ രാഷ്ട്രങ്ങളും പൗരന്മാർക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കി. അപ്പം നമ്മുടെ രാജ്യത്ത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ രീതിയാണ് അല്ലേ. അങ്ങനെ 20ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം വ്യാപകമാകാൻ തുടങ്ങി. അപ്പോൾ 1939കളിൽ ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള വികസിത രാജ്യങ്ങളിൽ 0.1% ജനസംഖ്യ കോളേജുകൾ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് അല്ലേ. അപ്പോൾ 1990കളിൽ കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചവർ അപ്പോൾ എന്ത് ചെയ്തു, 2% ഉയർന്നു. അപ്പോൾ സർവകലാശാല വിദ്യാർത്ഥികൾ സാമൂഹവും സാംസ്കാരികവുമായ പ്രകടനങ്ങൾ ഏറെ സജീവമായി. അപ്പം ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അഥവാ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ കുട്ടികൾക്കിടയിൽ കൊണ്ടുവരാം അല്ലേ. 1968 ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോയും മുതൽ പാരീസ് വരെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കാട്ടുതീ പോലെ വ്യാപിച്ചു. അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ മാറ്റം, നമ്മുടെ രാഷ്ട്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് എവിടുന്നാണ്, വിദ്യാർത്ഥി സമൂഹങ്ങൾക്കിടയിൽ നിന്നാണ് അല്ലേ. അടിച്ചമർത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകളെയോ പ്രഭുവർഗത്തെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ തത്വങ്ങളെയോ മുതലാളിത്ത മനോഭാവങ്ങളെയോ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമായി എതിർത്തു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെയും മറ്റും തകർച്ചയോടെ ഇത്തരം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ലോകവ്യാപകമായി സജീവമല്ലാതായിട്ടോ. ഇതാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പങ്ക്. ഇനി നമ്മൾ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ വാട്ട് വേസ് ഡിഡ് ദ ലിംഗ്വിസ്റ്റിക് മാപ്പ് ഓഫ് ദ വേൾഡ് ചേഞ്ച് ഇൻ ദ 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിൽ ലോകഭാഷാ ഭൂപടത്തിൽ ഏതെല്ലാം രീതികളിലാണ് മാറ്റം സംഭവിച്ചത്. അപ്പോൾ ലോക ഭൂപടത്തിലെ ഭാഷാ രീതിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നോക്കാം. എല്ലാ സംസ്കാരങ്ങളുടെയും പ്രധാന ഘടകം അതിൻ്റെ ഭാഷയാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത്. 20ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ ഭാഷാ ഭൂപടത്തിൽ വലിയ മാറ്റം ദൃശ്യമായി. ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളും ദേശീയ ഭാഷകൾ തിരഞ്ഞെടുത്തു. ഇന്ന് 6500ഓളം ഭാഷകൾ സംസാരിക്കപ്പെടുന്നു അല്ലേ. അപ്പം ഇന്ന് ലോകത്ത് എത്രത്തോളം ഭാഷകളാണ്, 6500ഓളം. ഇന്ന് പ്രധാനമായും 10 മാതൃഭാഷകളാണ് ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും സംസാരിക്കുന്നത്. 20ാം നൂറ്റാണ്ടിലെ ഭാഷാപരമായ മറ്റൊരു മാറ്റമാണ് ദ്വിഭാഷാ സമ്പ്രദായം.
വിദ്യാഭ്യാസപരമായ വിഭാഗത്തിൽ കുറഞ്ഞത് 2 ഭാഷ. അപ്പം നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിക്കണം അല്ലേ. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു? ഭാഷാപരമായ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇൻ വാട്ട് വേസ് ഡിഡ് ദ ലിംഗ്വിസ്റ്റിക് പാറ്റേൺ ഓഫ് ഗ്ലോബൽ ചേഞ്ച് ഇൻ ദ 20th century? 20ാം നൂറ്റാണ്ടിൽ ഭാഷാ രീതികൾ ആഗോളതലത്തിൽ സംഭവിച്ച മാറ്റം. മറ്റേത് ഭാഷാതലത്തിലും ഇത് ഭാഷാ രീതികളിലും കേട്ടോ. 20ാം നൂറ്റാണ്ട് ദേശീയ ഭാഷ പ്രധാന പ്രാദേശിക ഭാഷകൾ ലോക്കൽ ഭാഷകളേക്കാൾ സ്ഥാനം പിടിച്ചു. അപ്പോൾ പ്രാദേശിക ഭാഷകൾക്കാണ് 20ാം നൂറ്റാണ്ട് പ്രാധാന്യം ലഭ്യമായത് കേട്ടോ. ഓരോ രാജ്യവും ഔദ്യോഗികമായ ഒരു ഭാഷ രാഷ്ട്രീയ ഭാഷയായി അംഗീകരിച്ചു. അതേസമയം ഈ ഇംഗ്ലീഷ് ഇന്ന് ആഗോള ഭാഷയായി കാണപ്പെടുന്നു അല്ലേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ടു എക്സാമ്പിൾ ഈച്ച് ദ റെവല്യൂഷണറി ആൻഡ് സ്ലോ മോഡ്സ് ഓഫ് ചേഞ്ച് ഇൻ ദ 20th century. 20ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച വിപ്ലവകരമായ മാറ്റത്തിനും സാവധാനത്തിൽ സംഭവിച്ച മാറ്റത്തിനും ഉദാഹരണം നൽകുക. അപ്പോൾ നോക്ക് എന്തൊക്കെയാണതെന്ന്. വിപ്ലവകരമായ മാറ്റത്തിന് ഉദാഹരണമാണ് 1917 സോവിയറ്റ് യൂണിയൻ്റെ ജനനവും ഏഷ്യൻ ആഫ്രിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യപ്രാപ്തിയും. സാവധാനത്തിൽ സംഭവിച്ച മാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. സാംസ്കാരിക മേഖലയിൽ ആഗോളതലത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനവും അതുപോലെ വാർത്താവിനിമയ മാധ്യമങ്ങളുടെയോ ആഗോളവൽക്കരണത്തിൻ്റെയും വ്യാപനം വഴി ഉണ്ടായ സാക്ഷരതാ വ്യാപനവും പുതിയ പ്രത്യയശാസ്ത്രങ്ങളുടെ വളർച്ചയോ സാംസ്കാരിക മാറ്റങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി മക്കളെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് മൊഡ്യൂളിൽ ഫസ്റ്റ് ഓപ്ഷൻ മൊഡ്യൂൾ ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളത് നമുക്ക് 30ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ്.